മീഷോനെക്കാട്ടി കുറവ് റേറ്റിൽ പ്രൊഡക്ട്സ് കിട്ടുമോ? മീഷോ അല്ലേ ഏറ്റവും കുറവ് റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് തരാറുള്ളത്. അതിനെക്കാട്ടി കുറവ് റേറ്റിൽ എങ്ങനെ പ്രൊഡക്ട്സ് കിട്ടുന്നത്? പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ഹലോ, നമസ്തേ എവരിവൺ. അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് മീഷോ ആണ് നമുക്ക് ഏറ്റവും കുറവ് റേറ്റിൽ പ്രൊഡക്ട്സ് തരാറുള്ളത്. ബട്ട് ഞാൻ തെറ്റി. ഈയിടയ്ക്കാണ് ഒരു ആപ്പ് ഞാൻ കണ്ടുപിടിച്ചത്. അതിലെ പ്രൊഡക്ട്സ് ഞാൻ നോക്കി, മീഷോനെക്കാട്ടി ഒത്തിരി വില കുറവാണ്. അപ്പൊ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്തല്ലേ ഒക്കത്തുള്ളൂ അല്ലേ. 300 റുപ്പീസേ ആയിട്ടുള്ളൂ. ഇത്രയും പ്രൊഡക്ട്സ് മേടിച്ചിട്ടും 300 റുപ്പീസ് ആയേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പ്രൊഡക്ട്സ് ഒന്ന് കണ്ടു നോക്കിയാലോ? ഇത് കണ്ടില്ലേ, ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ 300 രൂപയ്ക്ക് അകത്ത് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഒന്നൊന്നായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബില്ല് തന്നിട്ടുണ്ട്. ഇത്ര സാധനം മേടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. അപ്പൊ 8 പ്രൊഡക്ട്സ് ആണ് മേടിച്ച്. അപ്പം 350 റുപ്പീസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കുന്നോരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. സോ ഫസ്റ്റ് വന്നിട്ട് നമ്മളുടെ ഈ ഒരു എന്തായിരുന്നു പറയുന്നത്, നമുക്കൊരു ഓർഗനൈസർ ആണ്. നമുക്ക് മേക്കപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞൊരു മേക്കപ്പ് ഓർഗനൈസർ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് ഇതിനകത്ത് വെക്കേണ്ട ഒരു ഓർഗനൈസർ ആണ്. ഇതിന്റെ റേറ്റ് വന്ന് 60 റുപ്പീസ് ആണ് ഗൈസ്. 60 റുപ്പീസ്. ഈ കാലത്ത് 60 റുപ്പീസിനൊക്കെ സാധനം കിട്ടുള്ളൂ. എന്നാൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി അല്ല, ചീപ്പ് ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മളൊരു മൈക്രോ ഫൈബർ തുണിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഈ മേടിച്ചതിൽ എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രമേ 80 റുപ്പീസ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 80 റുപ്പീസിനെക്കാട്ടി താഴെയാണെന്നാണ് എന്റെ വിശ്വാസം. സോ ഇത് ഒരു 10 പീസ് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. നമുക്ക് തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ നമുക്ക് എടുത്താൽ മതി. ഇതേണ്ട ഇതാണ് ഇതിന്റെ സൈസ് വന്നിട്ട്. സൈസ് ഇത്തിരി ചെറുതാണെന്ന് തോന്നുന്നു, ബട്ട് എന്നാലും ഹാൻഡിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇതിന്റെ പ്രൈസ് വന്നിട്ടും 80 റുപ്പീസ് ആണ്. പിന്നെ ഇത് മൊത്തത്തിൽ 10 പീസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതും അഫോർഡബിൾ തന്നെയാണ്. പിന്നെ നല്ല ക്വാളിറ്റി ആട്ടോ. ഇത് അഴുക്ക് തുണിയൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് നല്ലപോലെ തുണിക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. എനിക്കിത് മേടിക്കണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. സോ ഇത് വന്ന് നമ്മളുടെ ഒരു ക്യാൻഡിൽ പോലെ, ഇത് ഒരു ക്യാൻഡില്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 20 റുപ്പീസ് ആണ്. കണ്ടില്ലേ, 20 റുപ്പീസേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ച് കുറച്ച് മേടിച്ച്, ഞാൻ ജസ്റ്റ് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ച കേട്ടോ. നല്ലതാണ്, ഇനി മേടിക്കാവുള്ളൂ. ജസ്റ്റ് 1 പീസ് ട്രൈ ചെയ്യുന്നു. 20 റുപ്പീസേ ഉള്ളൂ അല്ലേ, ലോങ്ങില്ല കാണാൻ. സോ ഇതിനെ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പൊ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന മേടിക്കണമെന്ന്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ പോർട്ടബിൾ സീലിംഗ് മെഷീനാണ്. നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കഴിക്കുന്ന സാധനം എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ തുറന്ന് വെച്ചാൽ അത് കേടായി പോവില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ട ഇത് പോർട്ടബിൾ. ഇതിനൊരു കേബിളും തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് അതിന്റെ കേബിൾ ഇതാണ്. എന്നിട്ട് ഇതാണ് നമ്മൾ എന്തെങ്കിലും സാധനം ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിക്ക് പോട്ടെ, നമ്മളിപ്പോ ദാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് നമുക്കത് എന്താ പറയാ ഇങ്ങനെ തുറന്ന് വെക്കേണ്ട ആവശ്യം വരും. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അതങ്ങ് നമുക്ക് സീലായി കിട്ടും. അത് ഓപ്പൺ ആയി വെക്കുന്നതിന്റെ ടെൻഷനും ഇല്ല. ഇതിന്റെ പറയേണ്ട കാര്യം നല്ല ക്യൂട്ടാണ്, ഹാൻഡിയാണ്. നമുക്ക് നമ്മുടെ ബാഗിൽ വേണമെങ്കിൽ ഇടാം അല്ലെ. സോ ഇതാണ് നമ്മുടെ പോർട്ടബിൾ സീലിംഗ് മെഷീൻ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്ന് ഇതൊരു എന്താ പറയാ ബ്യൂട്ടി ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമുക്ക് നമുക്ക് ഫേസിലൊക്കെ ഐസൊക്കെ ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ചൂടായുള്ള ക്ലൈമറ്റ് അല്ലേ. അപ്പം എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം. കുറെ നാൾ ഇത് ഞാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല. ഇത് നമുക്ക് 20 റുപ്പീസിനാണ് കിട്ടിയത്. ഇമാജിൻ ചെയ്യാൻ പറ്റൂ, 20 റുപ്പീസിനാണ് നമുക്ക് ഈ ഒരു അടിപൊളി കിടിലൻ സാധനം കിട്ടിയിരിക്കുന്നത് അല്ലേ. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇതും നല്ല ക്വാളിറ്റിയാണ് അല്ലെ. ഇപ്പൊ തൊട്ടാ പൊട്ടും അങ്ങനത്തെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഞങ്ങളെ ഓർത്ത് മേടിച്ചാട്ടോ. അവര് ചില സമയത്ത് നമ്മള് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ചില സമയത്ത് ഫോൺ കൊടുക്കും അല്ലേ. ഇത് 1 2 4 പീസുണ്ട്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഫോൺ കൊടുക്കും.
ചില സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇത് കയ്യിൽ നമ്മളിങ്ങനെ എന്താ പറയുക, കയ്യിൽ ഫോൺ കൊടുക്കാതെ നമുക്ക് ഇതിലോട്ട് ഫോൺ വെക്കാൻ പറ്റും. സോ അതും ഞാൻ കാണിച്ചു തരാം. ഇതിന് വന്നിട്ട് എത്ര പ്രൈസ് ആണ് ചെക്ക് ചെയ്തേ. സോ ഇതിൻ്റെ വന്നിട്ട് 47 rupees ആണ്. ഈ 47 rupeesലാണ് നമുക്ക് എനിക്കൊന്ന് 4 പീസ് കിട്ടിയിരിക്കുന്നത്. സോ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. നമുക്ക് ഫോൺ ഇതിൽ ഇറക്കി വെക്കണം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഫോൺ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോളൂ. ഇതിന്റെ ഹൈറ്റ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയാണെങ്കിലും. ഇതിപ്പോ കിഡ്സിന് വേണ്ട മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിലും നമ്മൾ എപ്പോഴും ഫോൺ കയ്യിലല്ലേ വെച്ചേക്കുന്നത്. നമ്മൾ ടേബിളിൽ ഇരിക്കുമ്പോഴോ നമ്മൾ അന്നേരം ഫോൺ കയ്യിൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എഴുത്തുമില്ല, സേഫ്റ്റി ആണ്. പിന്നെ നമുക്ക് ഒരു കയ്യിലല്ലോ പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ, ഇപ്പം തന്നെ മേടിച്ചോളൂ. വന്ന് ഇത് വേണ്ടതിൽ ക്യൂട്ടായിട്ടൊരു മിനി കട്ടർ. നമ്മൾ ട്രാവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് എപ്പോഴും നമ്മളിവിടെ നൈഫോ അങ്ങനത്തെ സംഭവം നമുക്ക് കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ നൈഫ് ഒന്നും കൂടെ കൊണ്ട് നടക്കാറില്ല. അപ്പൊ ഇത് വന്നത് ക്യൂട്ട്. എനിക്കെന്താ പറയുക, ഒരു ഫിംഗറിന്റെ സൈസ് പോലും ഇല്ല, ഒരു മിനി ഫിംഗറിന്റെ സൈസ് പോലും ഇല്ല. അത്രയും ചെറിയൊരു സാധനമാണ് ഇത്. എന്താ പറയാ, നമ്മളെ കട്ടർ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ കണ്ടില്ലേ, ഇത്രയും ക്യൂട്ടായിട്ട് ഉള്ള ഒരു കട്ടറാണ്, മിനി കട്ടറിന്. ഇതിന്റെ പ്രൈസ് വന്ന് 15 rupees ആണ് ഗൈസ്, 15 rupees. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷൂ ഒക്കെ ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബേഴ്സിന്റെ ചാനലൊക്കെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്. അപ്പം എനിക്കൊരു ആഗ്രഹം പോലെയായിരുന്നു ഇതൊരെണ്ണം മേടിക്കണമെന്ന്. അപ്പം ഞാൻ ഇത് നമ്മുടെ ഷൂ ഒക്കെ ഇടാൻ ട്രാവൽ ടൈമിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 17 rupees ആണ്. ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ അണ്ടർ 350 മേടിച്ചത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇത്രയും പ്രൊഡക്ട്സ് മേടിച്ചപ്പം അവിടെ പോയി സാധനം കാണുന്നില്ല. ഇത്രയും പ്രൊഡക്ട്സ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയാണ് നമുക്ക് ഈ ഒരു പെയർ ഓഫ് സോക്സ്. പിങ്ക് കളർ സോക്സ് ആണ്. അപ്പം ഇത്രയും സാധനം മേടിച്ചതിനായിരിക്കും അവർ നമുക്ക് ഈ ഒരു സോക്സ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത്. അപ്പം ഈ മേടിച്ച പ്രൊഡക്ട്സ് ഒന്നും 8 രൂപ, ഏതോ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രമേ 80 രൂപ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ പ്രൊഡക്ട്സ് 8 rupees പറയാല്ല, 50 rupeesന്റെ അകത്ത് തന്നെ വരുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുമോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസിന്റെ വെച്ച് നമ്മൾ ചില പ്രൊഡക്ട്സ് മാറ്റി വെക്കുള്ളൂ. അപ്പൊ ആ പ്രൊഡക്ട്സ് എല്ലാം ആ ഒരു ആപ്പിലുണ്ട്. ഡിയോ ഡാപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഗൂഗിൾ കഴിഞ്ഞ് ഡിയോ ഡാപ്പ് എന്ന് പറഞ്ഞ ആപ്പ് സെർച്ച് ചെയ്താൽ മതി. ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് ഇവിടെ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നത്. പിന്നെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല. ഞാൻ മേടിച്ച ഇത്രയും പ്രൊഡക്ട്സിനും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്, ടേക്ക് കെയർ.